ചെയ്ത് കോഡിയതാണ് അത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ കണ്ട വീഡിയോ ഇടയ്ക്ക് വെച്ച് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നേരിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ കണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ കണ്ടെയ്നർ എന്നുള്ള ക്ലാസ് നമ്മുടെ ഈ എൻറ്റയർലി കണ്ടൻറ്റിനെ ഒന്ന് റാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് റോയിൽ നമ്മൾ കോൾ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിവൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഡിവൈസ് കോൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്മോൾ ഡിവൈസ് ആണല്ലോ. അതിൽ കോൾ 12 എന്നൊരു നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ കോളത്തിനെ 12 നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ആ 12 കൂടെ ഒന്നാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ഡിവൈസുകളിൽ ഒറ്റ കോള് കാണാൻ പറ്റുള്ളൂ. ആ കോളത്തിലേക്ക് നമ്മൾ കണ്ടന്റ് ലോഡ് ചെയ്യണം. അപ്പോൾ കോൾ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 കൂടെ ഡിവൈഡ് ചെയ്യും ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഒറ്റ കോളേ നമുക്കിവിടെ നമ്മുടെ ഡിവൈസിൽ കിട്ടുള്ളൂ. ഏറ്റവും സ്മോൾ ഡിവൈസിൽ ഒറ്റ കോളമായിരിക്കും. ആ കോളത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടൻസിനെ ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ 6 പാരഗ്രാഫ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. 6 പാരഗ്രാഫ് നമ്മൾ 6 പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ലാർജ് ഡിവൈസിൽ 6 പാരഗ്രാഫ് ഉണ്ടാകുന്നത്. അത് നമ്മൾ സ്മോൾ ഡിവൈസിലേക്ക് വരുമ്പോൾ കണ്ട് ഒറ്റ കോളം വരാൻ പാടുള്ളൂ. ഒറ്റ പാരഗ്രാഫ് ഒറ്റ കോളമേ ഉള്ളൂ. ആ പാരഗ്രാഫ് ആ കോളത്തിലേക്ക് ലോഡ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ കോൾ 12 എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നത്. കോൾ 12 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 12 ലോഡ് ചെയ്യുമ്പോൾ ഒറ്റ കോളം കിട്ടുള്ളൂ. ആ കോളത്തിലേക്ക് അടുത്ത കോൾ SM6 ആണെങ്കിൽ അതിനെ 12 നമ്മൾ എന്ത് ചെയ്യുന്നു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും, രണ്ട് കോളമായിരിക്കും കിട്ടുന്നത് സ്മോൾ ഡിവൈസ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ പോർട്രേറ്റ് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു പോർട്രേറ്റ് വ്യൂവിൽ വരുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത്. ആ സ്ക്രീൻ സൈസ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ കോളത്തിനെ നമ്മുടെ ഡിവൈസിനെ SM എന്നുള്ള ഡിവൈസിന് നമ്മൾ 6 കൊടുക്കുന്ന സമയത്ത് 2 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ പാരഗ്രാഫ് ആദ്യത്തെ കോളത്തിലേക്ക്, രണ്ടാമത്തെ പാരഗ്രാഫ് രണ്ടാമത്തെ കോളത്തിലേക്ക് ലോഡ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ കോൾ MD4 മീഡിയം ഡിവൈസ് ആണെങ്കിൽ എന്ത് വരും, 4 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 12/4 എന്ന് പറഞ്ഞാൽ എത്ര വരും, 12/4 എന്ന് വെച്ചാൽ 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 കോളത്തിലേക്ക് കണ്ടൻസർ ലോഡ് ചെയ്യും. LG3 ആണെങ്കിലോ ലാർജ് ഡിവൈസ് ആകുമ്പോഴത്തേക്കും 12 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4 കോളമായിട്ട് എടുക്കും. 4 കോളത്തിലേക്കായിരിക്കും കണ്ടൻസറിനെ ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും കേട്ടോ. നമ്മൾ ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ മതി. ഇനി XL2 ആണെങ്കിൽ എന്ത് ചെയ്യും, 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എക്സ്ട്രാ ലാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും, 6 കോളമായിരിക്കും കിട്ടുന്നത്. 6 കോളത്തിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടൻസിനെ ലോഡ് ചെയ്യും. നമ്മൾ 6 പാരഗ്രാഫിലൂടെ കൊടുത്തേക്കുന്നത്. 6 പാരഗ്രാഫ് ലാർജ് ഡിവൈസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കണ്ടു ഏറ്റവും ലാർജസ്റ്റ് ഡിസ്പ്ലേ വരുന്ന സമയത്ത് 6 എണ്ണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഈ 6 പാരഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ഇനി അത് നമ്മൾ ചെറുതാക്കുന്നതനുസരിച്ചുകൊണ്ടും വലുതാക്കുന്നതനുസരിച്ചുകൊണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ 3 കോളമാക്കും, 4 കോളമാക്കും, 6 ലാർജ് ആകുമ്പോൾ 6 കോളമാക്കി വിടുക. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എന്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസസുകളെ നമ്മൾ കോളമായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിസ്പ്ലേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിലേക്ക് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പോലെ ഇപ്പോൾ കോൾ 12 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഒറ്റ കോളമുള്ളൂ. കോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 12 കോളമായിട്ട് ഡിവൈഡ് ചെയ്യും. കോൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 4 കോളമായിട്ട് ഡിവൈഡ് ചെയ്യും. കോൾ 4 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടൻസിന് ലോഡ് ചെയ്യും. ആ ഡിസ്പ്ലേ ഡിവൈസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഡിവൈസസിനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തേക്കുന്ന കോളത്തിൻ്റെ വാല്യൂ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് അറേഞ്ച് ചെയ്തോളും. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഈ റോസ് ആൻഡ് കോളംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോസ് ആൻഡ് കോളത്തിൽ കോളത്തിൻ്റെ ബ്രേക്ക് പോയിൻറ്റ്സ് അനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ പലതരത്തിലുള്ള സാധനമുണ്ട്. എക്സ്ട്രാ സ്മോൾ ഡിവൈസ് ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്. XSL എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ലാർജ്. അപ്പോൾ നമ്മൾ XSL കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കോൾ 1 കൊടുത്താൽ മതി. അപ്പോൾ 12 ഇടയ്ക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിവിഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഡിവൈസസിനെ സെറ്റ് ചെയ്യാം. അപ്പം ഡിസൈനിങ് ഫോർ ഡിഫറെൻറ്റ് സ്ക്രീൻ സൈസുള്ള മൊബൈലാണെങ്കിൽ എക്സ്ട്രാ സ്മോളാണ്. നമ്മളവിടെ കൊടുക്കുന്ന വാല്യൂ എന്താണ്, COL12 ആയിരിക്കും. COL.COL12 എന്നുള്ള വാല്യൂ ആയിരിക്കും. DOL12 എന്നുള്ള വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. 12/12 എന്ന് വെച്ചാൽ ഒറ്റ കോളമായിരിക്കും ഡിവൈഡ് ആകുന്നത്. ഇനി അത് മീഡിയം ടാബ്ലറ്റിലേക്ക് വരുവാണെങ്കിൽ MD6 ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഡെസ്ക്ടോപ്പിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരുന്നത്, മീഡിയം ഡിവൈസ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും, ലാർജ് ഡിവൈസ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും, എക്സ്ട്രാ ലാർജ് ഡിവൈസ് എങ്ങനെ ആയിരിക്കും, അതിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ഈ കോഡ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അതായത് മീഡിയം ഡിവൈസ് ആണെങ്കിൽ എങ്ങനെ വരും, ലാർജ് ഡിവൈസ് ആണെങ്കിൽ എങ്ങനെ വരും, നമ്മുടെ ഈ കോഡ് ഉണ്ടല്ലോ കോൾ 12 ഈ ഇത്രയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്രയും വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇമേജിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം.
ഇമേജിനെ ബേസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇമേജ് ഇതാണെങ്കിൽ കോളം, അതായത് സ്മോൾ ഡിവൈസ് ആണെങ്കിൽ നമ്മൾ കോൾ 12 യൂസ് ചെയ്യും. മീഡിയം ഡിവൈസ് ആണെങ്കിൽ SM6 യൂസ് ചെയ്യും. MD ആണെങ്കിൽ MD3 യൂസ് ചെയ്യും. LG ആണെങ്കിൽ LG4 യൂസ് ചെയ്യും. കോൾ X ആണെങ്കിൽ 6 യൂസ് ചെയ്യും. സോറി, ഇത് 6, ഇത് 2, 6 അല്ല, ഇത് 2, 6 ഇവിടെ നമുക്ക് 12 ആണെങ്കിൽ ഒറ്റ കോളമായിരിക്കും വരുന്നത്. ഇതാണെങ്കിൽ 2 കോളം കിട്ടും. ഇതാണെങ്കിൽ 4 കോളം. MD4 അല്ലേ, ഇത് MD4 ആണ്. സോറി, ഇത് MD4 ആണ്. ഇപ്പം 3 കോളം. ഇത് 3, 4 കോളം. ഇത് 6 കോളം. ഇങ്ങനെ വരും. കോൾ 12. SM6 ആണെങ്കിൽ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 2 കോളം. ഇത് മീഡിയം ഡിവൈസ് ആണെങ്കിൽ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 കോളം വരും. ലാർജ് ഡിവൈസ് ആണെങ്കിൽ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 കോളം കിട്ടും. ലാർജസ്റ്റ് ഡിവൈസ് ആണെങ്കിൽ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 കോളം. ഇനി അതല്ല നമുക്ക് ഒരു എക്സ്ട്രാ XS ലാർജ് ആയിട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുക. XXL ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി. .COL-XXL-1 കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 12 കോളം കിട്ടും. 12/12, സോറി 12/1, 12/1 നമുക്ക് എത്ര കോളം കിട്ടും, 12 കോളം കിട്ടും. 12 മാക്സിമം നമുക്ക് എത്ര കോളത്തിൽ നമുക്ക് കണ്ടൻസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, 12 കോളത്തിൽ നമുക്ക് കണ്ടൻസിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, എന്തൊക്കെയാണ് ഇതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. വാട്ട് ഈസ് ദ കണ്ടെയ്നർ, ഡിഫൈൻ ബ്രേക്ക് പോയിൻറ്റ്സ് ഇൻ ബൂട്ട്സ്ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളത്തിൻ്റെ ഈ ബ്രേക്ക് പോയിൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ COL-XL, COL-LG ലാർജ്, COL-MD മീഡിയം, അങ്ങനെയുള്ള ബ്രേക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. COL-LG4 ക്ലാസ് റെപ്രസെൻറ്റ് ബൂട്ട്സ്ട്രാപ്പ്. എന്താണ് COL-LG4 ക്ലാസ് എന്ന് പറയുന്നത്, എന്തിനു വേണ്ടിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്, നമ്മുടെ കോളത്തിനെ 3 അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർലി കോളത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, COL-LG4 എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നത്. XS എന്ന് വെച്ചാൽ എക്സ്ട്രാ സ്മോൾ ഡിവൈസ് ആണ് XS എന്ന് പറയുന്നത്. XL ആണെങ്കിൽ എക്സ്ട്രാ ലാർജ് ഡിവൈസ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ PPT വെച്ച് തന്നേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ. ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടൻസ് മിസ്സായതുകൊണ്ട് അതോടെ ഒന്ന് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ.